എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2025 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ചു. അപ്പോൾ വിദ്യാർത്ഥികളുടെ 2025-26 അധ്യയന വർഷത്തേക്കുള്ള എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടുള്ള CBT എക്സാമിൻ്റെ പരീക്ഷാ തീയതിയും സമയവുമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. CBT എക്സാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ അടിസ്ഥാനപ്പെടുത്തി അതായത് കമ്പ്യൂട്ടറിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പരീക്ഷ ഈ ഒരു ഏപ്രിൽ 23-ാം തീയതി മുതൽ ഏപ്രിൽ 25 അതുപോലെ തന്നെ അതായത് ഏപ്രിൽ 23-ാം തീയതി അതുപോലെ തന്നെ ഏപ്രിൽ 25-ാം തീയതി മുതൽ ഏപ്രിൽ 28-ാം തീയതി വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതായത് ഏപ്രിൽ 23-ാം തീയതി കഴിഞ്ഞാൽ പിന്നീട് 25-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് ഈ ഒരു പരീക്ഷ എഞ്ചിനീയറിംഗ് പരീക്ഷ ഉണ്ടാവുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അതുപോലെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണെങ്കിൽ ഈ ഒരു 24-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ. അതായത് ഏപ്രിൽ 24-ാം തീയതിയാണ് പരീക്ഷ ഉണ്ടാവുക. അതുപോലെ തന്നെ രാവിലെ 11:30 മുതൽ 1 മണി വരെ ഒന്നാമത്തെ സെഷനും അതുപോലെ തന്നെ 3:30 മുതൽ 5 മണി വരെ രണ്ടാം സെഷനും ഉണ്ടാകും. അതുപോലെ തന്നെ 29/4/2025 അതായത് ഏപ്രിൽ 29-ാം തീയതി 3:30 മുതൽ 5 മണി വരെയാണ് ഈ ഒരു അടുത്ത അതായത് ഈ ഒരു ഫാർമസി പരീക്ഷ ഉണ്ടായിരിക്കുക. എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് 2 മണിക്കൂർ മുമ്പ് തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ 2 ദിവസങ്ങൾ കൊടുത്തത് കാണാൻ സാധിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ആ ഒരു അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ഏത് സമയത്താണ് ഹാജരാവേണ്ടത്, ഏത് ദിവസമാണ് ഹാജരാവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് ഫാർമസി ഇവ രണ്ടിലേക്കും അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ മാത്രമേ അവർ എഴുതേണ്ടതായിട്ട് വരുള്ളൂ. കാരണം എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്നിവയുടെ മാർക്കുകൾ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്കും ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കുകൾ ഈ ഒരു ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടും പരിഗണിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഫാർമസിക്ക് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷ മാത്രമേ എഴുതേണ്ടതായിട്ടുള്ളൂ. ഫാർമസി മാത്രമാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് 24, 29 തീയതികളായിട്ട് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇനി വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡും ഒക്കെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു വെബ്സൈറ്റ് അതായത് ce.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് കൃത്യമായിട്ട് സന്ദർശിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇനി അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരും. അഡ്മിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പരീക്ഷ എഴുതാനുള്ള ഹാൾ ടിക്കറ്റാണ്. അതായത് ഈ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അതായത് ഹോൾ ടിക്കറ്റ് തന്നെയാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഒരു തിരിച്ചറിയൽ രേഖയും അതുപോലെ തന്നെ പേനയും അതായത് പേന ജസ്റ്റ് ഈ ഒരു എക്സാം എഴുതാൻ ആവശ്യമില്ല, എന്നിരുന്നാലും ഒരു പേനയുമാണ് നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് 23, അതുപോലെ തന്നെ 25, അതുപോലെ 26, 27, 28 തീയതികളായിട്ടാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അതുപോലെ തന്നെ ഫാർമസി മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർക്ക് ഈ ഒരു ഏപ്രിൽ 24-ാം തീയതി മുതൽ ഈ ഒരു ഏപ്രിൽ 24-ാം തീയതി 11:30 മുതൽ 1 മണി വരെ ആദ്യ സെഷനും അതുപോലെ തന്നെ പിന്നീട് 3:30 മുതൽ 5 മണി വരെ അന്നേ ദിവസം തന്നെ സെഷൻ 2 ആയിട്ടാണ് ഉണ്ടാവുക. അതായത് സെഷൻ 1-ൽ ഒരു ആദ്യത്തെ ബാച്ച് വിദ്യാർത്ഥികളായിരിക്കും. പിന്നീട് അടുത്ത സെഷനിൽ ഈ ഒരു പരീക്ഷ ഫാർമസി മാത്രം എഴുതുന്ന വിദ്യാർത്ഥികളിലുള്ള അടുത്ത ബാച്ച് വിദ്യാർത്ഥികളായിരിക്കും. പിന്നീട് 29-ാം തീയതിയാണ് ഈ ഒരു ഫാർമസിയുടെ പരീക്ഷയുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് ഏത് സമയത്താണ് പരീക്ഷ ഉണ്ടാവുക, അതായത് ഏത് ദിവസമാണ് നിങ്ങൾക്കുള്ള പരീക്ഷ എന്നുള്ളത് കൃത്യമായിട്ട് ഡേറ്റും സമയവും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിന് മിനിമം ജയിക്കാനായിട്ട് 10 മാർക്കാണ് വേണ്ടത്. അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു
നല്ലൊരു റാങ്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തവണ ചൂസ് ചെയ്ത ആൻസർ പിന്നീട് അത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ തെറ്റുത്തരത്തിനുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.